സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്ലാവാണ്. നമ്മുടെ വിയറ്റ്നാം കിർലി. ഈ സംഭവം ഇല്ലാത്ത വീടുകളില്ല. എല്ലാ വീടുകളിലും ഇതുണ്ട്. എന്നാലും ചില വീടുകളിൽ ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇതേപോലുള്ളൊരു പ്ലാവ് വയ്ക്കണം. അതാണ് നമ്മുടെ എല്ലാവരും ഒരു ആഗ്രഹം. ഈ പ്ലാവിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാവ്. ഇതിലേ നമ്മളിതിൻ്റെ വിയറ്റ്നാം കിർലി എന്ന് പറയുമ്പോൾ സംഭവം ഇത് തായ്ലാൻഡാണ്. ഇതിൻ്റെ എന്താ പറയുക, തായ്ലാൻഡിൽ നിന്നാണ് സംഭവം വരുന്നത്. വിയറ്റ്നാമാണ് ഇതിൻ്റെ ഉത്ഭവമെങ്കിലും തറവാട് വിയറ്റ്നാം എന്ന് പറയും. തായ്ലാൻഡ് ചക്ക എന്ന് ഇതിൽ പറയുന്നുണ്ട് ആൾക്കാർ. ഇതാണ് സംഭവം. അത് കണ്ട, ഇപ്പോൾ വർഷത്തിൽ ഫുൾ ടൈം ചക്ക ഉണ്ടാവുമെന്നാണ് ഈ പറയുന്നത്. 365 ദിവസം ചക്ക എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2 സീസണൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. എനിക്ക് അങ്ങനെയാണ് ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇതുമൊരു താഴെ കാണുന്ന ഈ 4-5 ചക്കയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ട അധികം തടിയൊന്നുമില്ല. ചക്ക അങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിരുന്നു ചക്കയല്ല സോറി ഈ പ്ലാവ്. അതിങ്ങനെ പോയി റോഡിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോയി. അത്രയും ഹൈറ്റിൽ ഇങ്ങനെ പോയതാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് ഒരു ജാതി മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരാനായിട്ട് സ്ഥലമില്ല, അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംഭവം ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തതോടുകൂടിയാണ്, അല്ലെങ്കിൽ ഒറ്റ തടിയായിട്ട് ഇങ്ങനെ പോവായിരുന്നു. കട്ട് ചെയ്തതോടുകൂടി അത് അത്യാവശ്യം നല്ലപോലെ വിരിഞ്ഞ് വളർന്നു. അപ്പോൾ അതിന് ശേഷമൊക്കെയാണ്, അതിന് മുമ്പ് ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചക്ക കുറച്ചും കൂടി നല്ല രീതിയിൽ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ, ചക്ക പഴുത്ത് കഴിഞ്ഞാൽ സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് ഇങ്ങനെ വരും. എനിക്ക് ഒരു തവണ ചക്ക കിട്ടിയപ്പോൾ അതിൽ കൂടുതലും ഈ ചൗണി, നമ്മൾ ഈ നാരുണ്ടല്ലോ, അത് കുറേ ഉണ്ടായിരുന്നു. രണ്ടാമത് ചക്ക കിട്ടിയപ്പോൾ അതിൽ നാര് കുറവായിരുന്നു. അത്യാവശ്യം നല്ല പോലെ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. രണ്ടാമത് കിട്ടിയ ചക്ക എന്ന് പറഞ്ഞാൽ കുറേ സമയം പഴുത്തതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ആ ചക്ക നമ്മൾ വെട്ടി പൊളിക്കുമ്പോൾ അത്ര ഇങ്ങനെ സ്മെല്ല്, അതുപോലെ തന്നെ ടേസ്റ്റും, നമ്മളെ ഒരു എന്താ പറയുക, ടേസ്റ്റ് ഇങ്ങനെ നേച്ചുറലിൽ നിന്ന് മാറിയൊരു കൃത്രിമ ടേസ്റ്റ് പോലെ, അത്രയും എസെൻസിൻ്റെ ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ അത്രയും ടേസ്റ്റ് തോന്നിയിരുന്നു. പിന്നെ ഇതിന് ചെയ്യുന്ന പരിചരണം എന്ന് പറഞ്ഞാൽ, താഴെ കണ്ട, അപ്പോൾ താഴെ കാര്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യതയില്ല. ഇപ്പോൾ പുല്ലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് വളം കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാലും ഞാൻ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിക്ക് വിതറി കൊടുക്കാറുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യം ചക്ക കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലമുള്ളവർ, അല്ലെങ്കിൽ വലിയ സ്ഥലമൊന്നും ഇതിന് വേണ്ട, കുറച്ച് നിസ്സാര ഒരു സ്ഥലം മതി. പിന്നെ വലിയ കുഴി കുത്തേണ്ട കാര്യമില്ല, ചെറിയൊരു കുഴി മാത്രം എടുത്താൽ മതി. അപ്പോൾ നടന്ന കാര്യത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാവർക്കും ആർക്കും ചെയ്യാവുന്ന പരിപാടി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഒരു പ്ലാവ് വയ്ക്കുക. നമുക്ക് എപ്പോഴും ചക്ക കിട്ടുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതുപോലുള്ള ചില വീഡിയോസ് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.